ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ കുറേ പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹെയർ നമുക്ക് ഹീറ്റൊന്നും യൂസ് ചെയ്യാതെ എങ്ങനെ കേൾ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ലൊരു വേവി ഹെയർ. ഇപ്പോൾ വേവി ഹെയർ അത്യാവശ്യം ട്രെൻഡിങ് ആണല്ലോ. പണ്ടൊക്കെ സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കേളി ആൻഡ് ഒരു എന്താ പറയുക വേവി ടൈപ്പ് ഹെയർ ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പം നമുക്കിന്ന് ഹീറ്റും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാറ് നമ്മുടെ ഹെയറിനെ ഡാമേജ് ആക്കാതെ നമുക്ക് എങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേവി ഹെയർ അല്ലെങ്കിൽ കുറച്ച് നല്ല അടിപൊളി കേൾസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ടെക്നിക്കുകൾ കണ്ടിട്ടുണ്ടാകും. കുറേ ടെക്നിക്കുണ്ട് നമുക്ക് ഈ ഹീറ്റ് യൂസ് ചെയ്യാതെ കേൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കുറച്ചുകൂടെ നല്ല അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേൾസ് നമുക്ക് കിട്ടും. എനിക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതിൽ എനിക്ക് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. അപ്പോൾ ഇന്ന് നമ്മളിതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ എൻ്റെ ഒരു ഹെയർ എന്ന് പറയുന്നത് ഒരു ബേബി ടൈപ്പ് ഹെയർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ടല്ലേ, ഇതാണ് എൻ്റെ ഒരു നോർമൽ ഹെയറിൻ്റെ ഒരു കണ്ടീഷൻ്റെ. ഇതാണ് കുറച്ച് വേവി പോലത്തെ ടൈപ്പാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റും താഴേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറിയ വേവി പോലെയാണ് എൻ്റെ ഹെയർ. ഇതാണ് ഫസ്റ്റ് എൻ്റെ കേൾ ചെയ്യുന്നതിന് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഹെയർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഹെയർ, ഇപ്പോൾ നിങ്ങളുടെ മുടി ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെയർ സെറം അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഹെയർ കണ്ടോ മോയ്സ്ചറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഹെയർ സെറം അല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ വൈറ്റമിൻ ഇ ഓയിലാണ് അത് 2-3 ഡ്രോപ്പ് എടുത്തിട്ട് ഹെയറിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് കണ്ടോ നല്ല ഹെയർ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഹെയർ സെറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ഹെയർ സെറം ജസ്റ്റ് ഹെയറിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കേൾസ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടുന്നത് 4 ഹെയർ ബാൻഡ്സ്, 4 ഇതുപോലെ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് സോക്സ് ആണ്. 2 പെയർ സോക്സ്. 2 പെയർ എന്ന് പറയുമ്പോൾ ഒരു പെയറിൽ 2 കാണുന്നത്. ഇതുപോലെ 2 പെയർ സോക്സ് നമുക്ക് വേണം. ഇത്രയും മതി. ഹെയർ ബാൻഡ്സും പിന്നെ സോക്സും, 2 പെയർ സോക്സും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമ്മുടെ ഹെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ആണെങ്കിൽ കുറച്ച് ഹെയർ സെറം അപ്ലൈ ചെയ്തിട്ട് ഹെയറിനെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാം. എന്നിട്ട് ഹെയറിനെ നന്നായിട്ട് കോംബ് ചെയ്ത് കെട്ടൊക്കെ മാറ്റി നീറ്റാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഹെയറൊക്കെ നല്ല കോംബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കെട്ടൊന്നുമില്ല. ഇനി ഇതിനെ നമുക്ക് 2 സെക്ഷൻ ആക്കാം, 2 പാർട്ടാക്കാം. ഈ ഒരു സെക്ഷൻ കണ്ടോ, നമ്മൾ ഈ ഒരു സെക്ഷൻ എടുത്തില്ലേ, ഇതിനെ നമുക്കിനി 2 പാർട്ടാക്കണം. അപ്പോൾ അത് ഇവിടുന്ന് ഒരു പാർട്ട് കണ്ടില്ലേ, ഈ ഒരു പാർട്ട് നമ്മുടെ ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തു. ഇതുപോലെ തന്നെ താഴെ ഒരു പാർട്ട് ഉണ്ടല്ലോ, ദേ ഇവിടെ, ഇതിനെയും ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇതേ കണ്ടില്ലേ. അപ്പം നമ്മൾ ഈ ഒരു സെക്ഷനെ 2 സെക്ഷൻ ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ തന്നെ ഈ സൈഡും ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഹെയർ ഇതുപോലെ 4 സെക്ഷൻ ആക്കുക, കണ്ടില്ലേ. ഇത് മറ്റേ സ്കൂൾ കുട്ടികളൊക്കെ കെട്ടുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കെട്ടിവെക്കുക. ഇതിപ്പോൾ എത്ര ഹെയർ ഉള്ളവരാണെങ്കിലും ഇങ്ങനെ 4 സെക്ഷൻ ആക്കുക. ഇനി മുടിക്ക് ഉള്ളു കുറവുള്ളവരാണെങ്കിലും ശരി, ഉള്ളു കൂടുതലുള്ളവരാണെങ്കിലും ശരി, ഇതുപോലെ 4 സെക്ഷനായിട്ട് ഹെയറിനെ ഡിവൈഡ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ സോക്സ് എടുക്കാം. അപ്പോൾ ആദ്യം സോക്സിൻ്റെ ഓപ്പണിംഗ് ഉള്ള പോർഷൻ ഉണ്ടല്ലോ, ഇത് താഴെ വരണം. ഓപ്പണിംഗ് ഇല്ലാത്ത പോർഷൻ മുകളിൽ വരണം. ആ രീതിയിൽ നമുക്ക് ആദ്യം ഓപ്പണിംഗ് ഇല്ലാത്ത പോർഷൻ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഇതിങ്ങനെ അങ്ങോട്ട് കയറ്റി വയ്ക്കാം. ഇതേ കണ്ടില്ലേ,
ഈ രീതിയിൽ വയ്ക്കാം. എന്നിട്ട് ഈ ഒരു സെക്ഷൻ ഹെയർ ഇങ്ങോട്ടേക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു സോക്സിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് ചുറ്റി കൊടുക്കുക. അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ, ഒരുപാട് അങ്ങനെ മുറുക്കണ്ട, അല്ലെങ്കിൽ കുറച്ച് ഒരുപാട് ലൂസ് ആക്കരുത്. ഈ രീതിയിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക. കണ്ടില്ലേ, എൻ്റെ വരെ ചുറ്റുക കേട്ടോ. ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ഇത് വിടരുത്, കൈ വിടാൻ പാടില്ല. ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാൻഡ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കൈ ഇവിടുന്ന് എടുക്കാതെ ഇവിടുന്ന് ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഓപ്പണിങ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ സോക്സിൻ്റെ, ഇത് ഇങ്ങനെ എടുത്ത് ഇതിനെ ഇങ്ങനെ അങ്ങ് കവർ ചെയ്യുക. കണ്ടോ, ഇത് പിന്നെ അഴിഞ്ഞൊന്നും പോകത്തില്ല, നല്ല സെക്യൂറായിട്ട് അങ്ങനെ ഇരുന്നോളും. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് കിടക്കുകയാണെങ്കിലും ഇതങ്ങനെ അഴിഞ്ഞങ്ങനെ പോകത്തൊന്നുമില്ല, ഭയങ്കര സെക്യൂറായിട്ട് അങ്ങനെ ഇരുന്നോളും. കണ്ടില്ലേ? ഇനി ഇതുപോലെ തന്നെ ഈ സൈഡും ചെയ്യുക. ഒരു സോക്സ് എടുക്കാം. ഇതിൻ്റെ ഓപ്പണിംഗ് ഇല്ലാത്ത പോർഷൻ ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. എന്നിട്ട് സോക്സിലേക്ക് ഹെയർ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇതിന് ചുറ്റും ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഓപ്പണിംഗ് പോർഷൻ എടുക്കുക. ആ ചുറ്റിയെടുത്തതിനെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നല്ല സേഫായിട്ട് അതവിടെ ഇരുന്നോളും. കണ്ടല്ലോ, ഈ 2 സെക്ഷൻ ചെയ്ത് കണ്ടല്ലോ. ഇതുപോലെ തന്നെ ഈ സൈഡും ചെയ്യാം. അപ്പം അതെ 4 സെക്ഷനും ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് എപ്പോഴാണ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കിത് ചെയ്തിട്ട് കിടക്കുക. നിങ്ങൾക്കിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ചെയ്തിട്ട് കിടക്കുക. ഇത് അഴിഞ്ഞു പോകത്തൊന്നുമില്ല. നമ്മൾ നല്ല സെക്യൂറായിട്ട് നല്ല സേഫായിട്ട് വെച്ചിരിക്കുക ഇത്. ഇപ്പം ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് മോർണിംഗ് ആണ്. അപ്പം ഞാനിതൊരു 6 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇത് കൂടുതൽ നേരം ഇരിക്കും തോറും ഇതിൻ്റെ കേൾസ് ഇങ്ങനെ കൂടി വരും. കുറച്ചുകൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനിത് ഏറ്റവും കുറഞ്ഞ സമയം ഒരു 6 മണിക്കൂറാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ 6 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് അത്രയും കൂടുതൽ സമയം കിട്ടുമല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈവനിങ് ആണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് രാവിലെ ചെയ്താലും മതി. കാരണം അത്രയും സമയം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾ ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ഇത് അഴിച്ചിട്ടാൽ മതി. അപ്പോൾ അത്രയും സമയം നമുക്ക് കിട്ടും. ഓവർനൈറ്റ് ചെയ്യണമെന്നില്ല. അതല്ല, നമുക്ക് രാവിലെയാണ് പോകേണ്ടതെങ്കിൽ ഓവർനൈറ്റ് ചെയ്യാം. എങ്കിലേ നമുക്ക് ആ സമയത്തേക്ക് നല്ല കളേഴ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും 6 hours കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതെ 6 hours കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വെറും 6 മണിക്കൂർ കൊണ്ട് നമുക്കൊരു കിട്ടിയ ഒരു റിസൾട്ടാണിത്. സൂപ്പർ കേൾസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം കുറേ ടെക്നിക്കുകളുണ്ട് നമുക്ക് ഇതുപോലത്തെ സോക്സ് വെച്ച് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ചെയ്ത് നോക്കിയിട്ട് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് തോന്നിയത് ഈ ഒരു ടെക്നിക്കാണ്. അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളിയാണ്. പിന്നെ ഇത് ചെയ്തിട്ട് മറ്റേ ഹെയർ കോംബ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. എല്ലാം പോയി.
ഹെയർ കോംബ് ഒന്നും യൂസ് ചെയ്യല്ലേ, ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിടർത്തി സെറ്റ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇതിനെ പിന്നെ ഹെയർ കോംബ് ഇട്ടിട്ട് ചെയ്യാൻ നമ്മൾ ഇത്രയും നേരം ചെയ്തതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവും. അപ്പോൾ ഹെയർ കോംബ് യൂസ് ചെയ്യല്, ജസ്റ്റ് കൈ കൊണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിടർത്തി സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ഹെയർ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ നമ്മൾ ആദ്യം തന്നെ ഹെയർ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കേൾസ് കുറച്ചുകൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മൾ പിന്നീട് ഹെയർ സെറം ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ആ ഒരു കേൾസ് നമുക്ക് നല്ല രീതിയിൽ എടുത്തിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഷൈനിങ്ങും നമ്മളൊരു പ്രൊഫഷണൽ ഹെയർ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ ചെയ്തതുപോലെ തന്നെ ഇല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഹെയറിന് യാതൊരു രീതിയിലുള്ള ഡാമേജും വരുത്താതെ വെറും 4 സോക്സ് കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ കേൾസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കേൾസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇത് കുറേ നേരം ഇതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.